തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം മോദി കന്യാകുമാരിയിലേക്ക് തിരിച്ചു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തും. കന്യാകുമാരിയിൽ നിന്ന് വി.എ. ഗിരീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഗിരീഷ്, 45 മണിക്കൂർ ധ്യാനമിരിക്കാനാണ് നരേന്ദ്രമോദി എത്തുന്നത്. ഏത് തരത്തിലാണ് ഒരുക്കങ്ങൾ, മറ്റു വിശദാംശങ്ങൾ? പ്രവിധ 3 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം 4:42 തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് തിരിച്ചു. ഏതാണ്ട് 5:40 കന്യാകുമാരി ഹെലിപ്പാഡിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ 4 ഹെലിപ്പാഡിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം ഗസ്റ്റ് ഹൌസിലേക്ക് പോകും. അവിടെ അല്പനേരം വിശ്രമിച്ച ശേഷം നേരെ കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനാകും ആദ്യം അദ്ദേഹം എത്തുക. ഇവിടെ നിന്ന് റോക്ക് ജെട്ടിയിലേക്ക് അവിടെ എത്തും. പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിൽ അവിടെ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് ഏതാണ്ട് 6 മണിയോടുകൂടി വിവേകാനന്ദ പാറയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 മണി കഴിയുമ്പോൾ തന്നെ അവിടെ ധ്യാനത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഏതായാലും ഇന്നലെ മുതൽ തന്നെ കന്യാകുമാരിയും പരിസരവും അതീവ സുരക്ഷാ മേഖലയായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവേകാനന്ദ പാറ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ്. ഇവിടേക്കുള്ള യാത്രക്കാരെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ഇപ്പോൾ കന്യാകുമാരി ബീച്ചിൽ നിന്ന് യാത്രക്കാരെ എല്ലാവരെയും തന്നെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ യാത്രക്കാരെ കന്യാകുമാരി ബീച്ചിലേക്ക് കടത്തിവിട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ യാത്രക്കാരെയും അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെയും എല്ലാം തന്നെ ഈ കന്യാകുമാരി ബീച്ചിൽ നിന്നും അതോടൊപ്പം തന്നെ വിവേകാനന്ദ പാറ നിൽക്കുന്ന ആ സ്ഥലത്തിന് ഓപ്പോസിറ്റ് എതിർവശത്തുള്ള പ്രദേശത്ത് നിന്നുമെല്ലാം ഒഴിപ്പിക്കുന്നു. പോലീസ് ഒഴിപ്പിച്ച് മാറ്റുകയാണ്. നേരത്തെ തന്നെ 12-1 മണിയോടുകൂടി തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം തന്നെ പോലീസും അതോടൊപ്പം തന്നെ കമാൻഡോസും എല്ലാം പൂർത്തിയാക്കിയിരുന്നു. 2000-ഓളം പോലീസുകാരെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കന്യാകുമാരിയിൽ വിന്യസിച്ചിരിക്കുന്നത്. കടലിൽ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നാവികസേനയും സംയുക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ പഴുതടച്ചുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ധ്യാനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് 6 മണിയോടുകൂടി അദ്ദേഹം വിവേകാനന്ദ പാറയിൽ എത്തുന്ന അദ്ദേഹം ഇന്ന് രാത്രിയും നാളെ പകലും അതോടൊപ്പം തന്നെ രാത്രിയിലും മറ്റന്നാൾ പകലും അവിടെ തന്നെ കഴിയും. ധ്യാനത്തിലായിരിക്കും. മറ്റന്നാൾ 5 മണിയോടുകൂടി, അതായത് 5 മണി കഴിയുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് ഹെലിപ്പാഡിലെത്തി ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെത്തി തിരിച്ച് ന്യൂഡൽഹിയിലേക്ക് പോകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബിജെപിയുടെയോ മറ്റൊന്നും തന്നെ വലിയ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളോ അല്ലെങ്കിൽ സ്വീകരണങ്ങളോ ഒന്നും തന്നെയില്ല. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന നിലയിൽ അദ്ദേഹം സ്വയം എത്തുന്ന ഒരു ധ്യാനം എന്നുള്ളത് മാത്രമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ഒരു പരിപാടിയായിട്ടല്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത് പരാതിയുമായി സമീപിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം, അവസാനഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം അവസാനിച്ചിരിക്കുന്ന സമയത്ത് വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.